വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ഉടൻ തുടങ്ങാനാവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ 8 വർഷത്തിനിടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളം കൈവരിച്ചത് സമാനതകളില്ലാത്ത നേട്ടങ്ങളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഫറോക്ക് PWD റെസ്റ്റ് ഹൌസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. PWD റെസ്റ്റ് ഹൗസ് ബുക്കിംഗ് ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറിയതോടെ 3 വർഷത്തിനിടെ 151 റെസ്റ്റ് ഹൗസുകളിൽ നിന്ന് 18.5 കോടി രൂപ വരുമാനം ലഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. പുതുക്കിപ്പണിത ഫറോക്ക് റെസ്റ്റ് ഹൗസിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 5.84 കോടി രൂപ ചെലവിലാണ് പുതിയ റെസ്റ്റ് ഹൗസ് നിർമ്മിച്ചത്. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം വൈകാതെ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്നും ആരംഭിച്ച് വയനാട് ജില്ലയിലെ മേപ്പാടി വരെ നീളുന്ന തുരങ്കപാത അതിൻ്റെ നിർമ്മാണം വേഗം തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി 2043 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഫറോക്കിലെ വിനോദസഞ്ചാര സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ചാലിയാറിന് കുറുകെ സിപ്പ് ലൈൻ നിർമ്മിക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ടൂറിസം ആംഗിളിൽ കണ്ടുകൊണ്ട് അവിടെ ഒരു സിപ്പ് ലൈൻ, കേരളത്തിൽ ആദ്യമായി ഒരു നദിക്ക് കുറുകെ ഒരു സിപ്പ് ലൈൻ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്ന സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മേയർ ബീന ഫിലിപ്പ്, MK രാഘവൻ MP, മുൻ MLA മാരായ VKC മുഹമ്മദ് കോയ, TK ഹംസ, ജില്ലാ കളക്ടർ തുടങ്ങിയവർ ഫറോക്ക് റെസ്റ്റ് ഹൗസ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.